ഓഹ്! വെറുതെ ഇരുന്നങ്ങ് ബോറടിച്ചെന്ന്. എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പ്രാർത്ഥന, കുമ്പസാരം, വ്യഞ്ചരിക്കൽ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വൈദികർക്ക് ആകെ ഒരു മടുപ്പാണെന്ന്. സർക്കാരിനെതിരെ ഇടയ്ക്കിടയ്ക്ക് റോഡിലിറങ്ങി നടത്തുന്ന ചില സമരങ്ങൾ മാത്രമാണ് ആകെയുള്ളൊരു ആശ്വാസം. ഇത്രയ്ക്കങ്ങ് സമരം ചെയ്യാൻ ഇവിടെ അതിന് മാത്രം പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നങ്ങളില്ലേ നമ്മളുണ്ടാക്കും. അത്ര തന്നെ. രാവിലെ എഴുന്നേറ്റ് നമ്മളെ മനോരമ ഒന്ന് നോക്കിയാൽ മതി. വിഷയങ്ങൾ ഒരുപാട് വീണ് കിട്ടും. പിന്നെ നാട്ടിൽ സമരം നടത്താനേ നേരം കാണൂ. വഖഫ് വിഷയം, വന്യജീവി ആക്രമണം, ബഫർ സോൺ, ബ്രൂവറി എന്ന് വേണ്ട ഏത് വിഷയം കിട്ടിയാലും നമ്മൾ സമരം നടത്തും. പിന്നെ സമരം ചെയ്യാൻ ആകെ ഒരു ബുദ്ധിമുട്ട് അങ്ങ് ഉത്തരേന്ത്യയിലെ മിത്രങ്ങൾക്കെതിരെ മാത്രമാണ്. മണിപ്പൂരിലൊരു ജനതയാകെ കൂട്ടക്കളി ചെയ്തപ്പോൾ നമ്മൾ പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ പ്രതികരിച്ചു. പക്ഷേ ഇതുപോലെ റോഡിലിറങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്ന് സമരം നടത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ ക്രിസ്ത്യാനികളൊക്കെ ആക്രമിച്ചതിന് ഇവിടെ ഇറങ്ങി പ്രതിഷേധിക്കാൻ പറ്റൂ? ഇനി പ്രതിഷേധിച്ചാൽ തന്നെ മണിപ്പൂരിലുള്ളവരോ കേന്ദ്ര സർക്കാരോ നമ്മൾ പ്രതിഷേധിച്ചതായി അറിയോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രതിഷേധിച്ചില്ല. എങ്കിൽ പിന്നെ ഡൽഹിയിൽ പോയി പ്രതിഷേധിച്ചു കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് അവിടെ ഭയങ്കര തണുപ്പല്ലേ. ഈ തണുപ്പത്തൊക്കെ പ്രതിഷേധം നടത്തിയാൽ പ്രതിഷേധത്തിൻ്റെ ഒരു ചൂടങ്ങ് പോവും. അതുകൊണ്ട് തണുപ്പ് മാറാനായിട്ട് നമ്മൾ കാത്തിരുന്നു. പക്ഷേ തണുപ്പ് കാലം മാറിയപ്പോൾ മണിപ്പൂർ മുഖ്യമന്ത്രി രാജിവെച്ചു. ഇനിയിപ്പോൾ സമരം നടത്തിയിട്ട് എന്ത് കാര്യം? ഇനി സമരം നടത്തിയാൽ സമരം നടത്തുമോ? എങ്കിലും നമ്മളങ്ങ് ദില്ലിയിൽ പോയി നമ്മുടെ മോദിജിയെ കണ്ടിരുന്നു. ഇനിയെല്ലാം മംഗളമായി നടക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ പുള്ളിയുടെ കാര്യങ്ങൾ മംഗളമായി നടന്നതല്ലാതെ നമ്മളെ കാര്യമൊന്നും അങ്ങനെ നടക്കുന്നില്ല. ഇപ്പോൾ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഒരു തീവ്ര ഹിന്ദുത്വവാദി ക്രിസ്ത്യാനികളെ എല്ലാം കൊല്ലണം, ബലാത്സംഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ വാ തുറക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൺഫ്യൂഷനിലാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ PC ജോർജിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷനാണ്. പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നതിനാകെ ഒരുമാതിരി മണ്ട കലങ്ങിയ അവസ്ഥ. അതിയാനെ ഒന്ന് പിന്തുണച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ കൂടെ നിൽക്കുന്നവർ തന്നെ എതിരാവാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ തൽക്കാലം മൗനം വിദ്വാനുഭൂഷണം എന്ന ലൈൻ പിടിക്കുന്നു എന്ന് മാത്രം. ആദേശ് സോണി എന്ന ഛത്തീസ്ഗഡുകാരൻ കേട്ടിടത്തോളം ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണത്രേ. സോറി, അങ്ങനെ പറയാൻ പാടില്ല, ഒരു തീവ്ര മിത്രമാണത്രേ. ഇദ്ദേഹത്തിനാണ് ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെ കൊല്ലാനും ക്രിസ്ത്യൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും അതിയായ ആഗ്രഹം. നാട് ഛത്തീസ്ഗഡ് ആയതുകൊണ്ട് ഈ അണ്ണൻ്റെ ആഗ്രഹം നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. കാരണം തനിക്ക് ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ടെന്നും കൂടി ഈ മഹാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ പറഞ്ഞത് മാത്രമേ ഓർമ്മ കാണൂ. നാട്ടുകാരണ്ണൻ്റെ നെഞ്ചി കയറിയിരുന്ന് പഞ്ചാരിമേളം നടത്തും. പക്ഷേ ഈ വാർത്ത വന്ന് ദിവസം 1-2 കഴിഞ്ഞിട്ടും ഇതൊന്നും നമ്മുടെ രൂപതയിലെങ്ങും അതിരൂപതയിലെയും ഇടയന്മാർ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ കൂടിപ്പോയ ഒരു പ്രസ്താവന ഇറക്കും. അല്ലാതെ എന്ത് സംഭവിക്കാൻ? മാത്രമല്ല, നമ്മൾ വൈദികർ ഇതിനെതിരെ സമരം നടത്തിയാൽ ആർക്കാണ് നാണക്കേട്? നമ്മുടെ ജോർജ് കുര്യനും ഭരത്ചന്ദ്രൻ IPS അല്ലേ. അതിനാൽ കർത്താവാണേ നമ്മൾ മിണ്ടില്ല. പക്ഷേ കേരളത്തിലെ സർക്കാരിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ദയൊന്നും നമ്മൾ നിങ്ങളോട് കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ നാട്ടിലെങ്ങാനും ബ്രൂവറി തുടങ്ങാൻ ഇറങ്ങിയാലുണ്ടല്ലോ, സഭയുടെ സമരവീര്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിയും. പിന്നെ ഞങ്ങളെയൊന്നും പിടിച്ചാൽ കിട്ടൂല. തൽക്കാലം ഞങ്ങൾ പൂഞ്ഞാർ സിംഹത്തിന് പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ ഗൗരവമായൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അതൊന്ന് കഴിയട്ടെ. അതുവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.